അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇൻകം ടാക്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഭയങ്കര വെയിറ്റിങ്ങിലിരിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ടാക്സേഷൻ എന്ന സബ്ജക്റ്റിൽ 50 മാർക്കിന് GST, 50 മാർക്കിന് ഇൻകം ടാക്സ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് CA സ്റ്റുഡൻസിനും CMA സ്റ്റുഡൻസിനും അപ്ലിക്കബിൾ ആണ്, ഇൻ്ററിന്. ഓക്കെ ഓക്കെ പിന്നെ ഇവിടെ പറയുന്നത് ഇൻകം ടാക്സ് നമ്മളിപ്പോൾ എടുക്കുന്ന സബ്ജക്റ്റ് 50 മാർക്കിനാണ് വരുന്നത്. ഇതേപോലെ ഇൻകം ടാക്സിൻ്റെ കൂടെ നമുക്ക് ഏതും കൂടെ ഉണ്ട്, GSTയും കൂടെ ഉണ്ട് 50 മാർക്കിന്. അപ്പോൾ ഇൻകം ടാക്സിൽ 50, GSTയിൽ 50 അല്ലേ, 100 മാർക്ക്. ഇനി CMAയുടെ കേസ് നോക്കുകയാണെങ്കിലോ, CMAക്ക് ഇൻകം ടാക്സ് 50 മാർക്കിനുണ്ട്, പിന്നെ GST പ്ലസ് കസ്റ്റംസ് 50 മാർക്കിനുണ്ട്. ഓക്കെ ശരി. അപ്പോൾ ഓക്കെ, GSTയുടെ ക്ലാസ് നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് ഭയങ്കര നല്ല അടിപൊളി സബ്ജക്റ്റാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ GST പഠിക്കുകയാണെന്നുണ്ടെങ്കിലും GSTയിൽ ഒരുപാട് തിയറീസ് ഉണ്ടല്ലേ. ആക്ച്വലി ഇൻകം ടാക്സ് ആണെങ്കിലും GST ആണെങ്കിലും അപ്ലിക്കേഷൻ ഓഫ് പ്രൊവിഷൻസ് ആണ്. GST ആക്ട് പ്രകാരം കുറേ പ്രൊവിഷൻ പഠിക്കാനുണ്ട്, ഇനി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കുറേ പ്രൊവിഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ GST ആക്ട് ആണെന്നുണ്ടെങ്കിലും ഇൻകം ടാക്സ് ആക്ട് ആണെന്നുണ്ടെങ്കിലും അപ്ലിക്കേഷൻ ഓഫ് പ്രൊവിഷൻസ് ആണ്. കുറേ പ്രൊവിഷൻസ് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക ഇതാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ GSTയിലേറെ കുറച്ചും കൂടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ പേപ്പറാണ് ഇത് ഇൻകം ടാക്സ് കേട്ടോ. അപ്പോൾ എൻ്റെ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ബുക്ക് ഇത് ഇൻകം ടാക്സിൻ്റെ ബുക്കാണ്. ഓക്കെ, കയ്യിലുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ബുക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതേപോലെ GSTയുടെ ബുക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. CMA സ്റ്റുഡൻസിന് GSTയുടെ കൂടെ കസ്റ്റംസിൻ്റെ നോട്ട്സും കൂടെ അവൈലബിൾ ആണ് കേട്ടോ, അത് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, തിയറി നിങ്ങൾ എഴുതേ വേണ്ട, ക്ലാസ് കേൾക്കുന്ന സമയത്ത് ബുക്ക് റെഫർ ചെയ്യാം. ഓക്കെ, ഞാൻ ക്ലാസ് പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്ക് നോക്കിയിട്ട് അങ്ങനെ പഠിക്കുക. അതിനുശേഷം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ എങ്ങനെയാണ്, ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഞാൻ തന്നെ എൻ്റെ ബുക്ക് നോക്കിയാൽ മതി, അത് കേട്ടിട്ട് പ്രൊവിഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ഇടുക. പിന്നെ കളർ കോപ്പിയാണ്, ഇൻകം ടാക്സിൻ്റെ ബുക്കാണെങ്കിലും GSTയുടെ ബുക്കാണെങ്കിലും കളർ കോപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ട്. ശരി, അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു കാൽക്കുലേറ്റർ, ഒരു നോട്ട് ബുക്ക്, പേനൊക്കെ വേണം. അതല്ലാതെ ചില ആളുകളുണ്ടാവും റെക്കോർഡ് ക്ലാസ്സാണ്, ഇങ്ങനെ കിടന്നിട്ടും പിന്നെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട്, പിന്നെ ചിലരിങ്ങനെ നിങ്ങളിപ്പോൾ തന്നെ ക്ലാസ് എങ്ങനെ കാണുന്നത്, ഇപ്പം നിങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണ്? ചിലർ കടന്നിട്ടാവാം, ഇരുന്നിട്ടാവാം, നടന്നിട്ടാവാം, അല്ലെങ്കിൽ ചിലർ ക്ലബ്ബിൻ്റെ അവിടെ പോയിട്ട് രാത്രി ക്ലബ്ബിൽ പോയിട്ട് അവിടെ നിന്നാവാൻ കാണുന്നത്. അങ്ങനെയൊന്നുമല്ല, നമ്മളിപ്പോൾ അരമണിക്കൂർ ക്ലാസ് കാണുന്നുള്ളൂ എങ്കിലും, ഇനി അതല്ല ഒരു 1 hour അല്ലെങ്കിൽ 30 minutes 15 minutes, അത് എത്രയാണെങ്കിലും അത് ഉള്ള സമയത്ത് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ക്ലാസ് കേൾക്കുക. ആദ്യം ഒരു 1 hourൻ്റെ ക്ലാസ് ആണെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ശരിക്കും ടേബിളിൽ ഉണ്ടാവും എഴുതുമ്പോൾ, പിന്നത്തെ ഒരു 15 മിനിറ്റ് കാല് ടേബിളിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ടാവും, പിന്നത്തെ ഒരു 15 മിനിറ്റ് കാല് ചുമരുമേ എത്തിയിട്ടുണ്ടാവും, പിന്നെ ഇങ്ങനെ കിടന്നിട്ട് തലക്കുത്തിനൊക്കെ ആയിരിക്കും ക്ലാസ് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അരമണിക്കൂറാണെന്നുണ്ടെങ്കിലും ആ ഒരു അരമണിക്കൂർ കറക്റ്റായിട്ട് ഒരു പേന, ഒരു നോട്ട് ബുക്ക്, ഒരു കാൽക്കുലേറ്ററൊക്കെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ബുക്ക്, നിങ്ങളെൻ്റെ ബുക്ക് യൂസ് ചെയ്യണം. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ PDF ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരും. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ എഴുതിയെടുക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ ക്ലാസ്സിൽ ഞാൻ ആൻസർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, വീഡിയോ പോസ് ആക്കിയിട്ട് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടുന്നോ അത്രയും ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, യെസ്. ശരി, അപ്പോൾ ഞാൻ പറയുന്നത് എക്സാമിന് മുമ്പ് നമ്മളൊരു 3-4 പ്രാവശ്യം മിനിമം ഇത് റിവിഷൻ ചെയ്യണം കേട്ടോ. ഇൻകം ടാക്സ് ആണെങ്കിലും GST ആണെങ്കിലും ഒരു 3-4 പ്രാവശ്യം മിനിമം എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യണം. ഓക്കെ ശരി, അപ്പോൾ 50 മാർക്കിനാണ് ഇൻകം ടാക്സ് വരുന്നത് കേട്ടോ. ഓക്കെ, അത് മറക്കരുത്. ഇനി ഇവിടെ ജസ്റ്റ് നമുക്ക് ഈ സബ്ജക്റ്റിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് എൻ്റെ പേരൊക്കെ അറിയാലോ അല്ലേ? ഓക്കെ, എൻ്റെ പേര് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ CA മുഹമ്മദ് ഹസ്കർ ജമാദ്. ഓക്കെ, യെസ്. ഇനി അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് ഹസ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, എന്തായാലും ഒരു പ്രൊമോഷൻ കിടക്കട്ടെ. ശരി, അപ്പോൾ നമ്മളിവിടെ ഇൻ്ററിൻ്റെ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫൈനലിൻ്റെ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിനി ഇപ്പോൾ ഇൻ്ററാണല്ലോ, ഇനി ഫൈനലൊക്കെ എത്തിയിട്ട് അപ്പോൾ നിങ്ങൾ വീണ്ടും മെസ്സേജ് അയക്കണം, സർ ഫൈനൽ ഇൻ്റർ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്, ഫൈനലിൻ്റെ ക്ലാസ് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ മെസ്സേജ് അയക്കണം കേട്ടോ. യെസ്, ശരി. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ, പേരൊക്കെ എഴുതിയിട്ട് നിങ്ങൾ CAക്കാണോ
CMA ആണോ? അതായത് നിങ്ങൾ CA ആവാനാണോ നിങ്ങൾ പഠിക്കുന്നത്, CMA ആവാനാണോ പഠിക്കുന്നത്? അപ്പോൾ CA ആവാനാണെന്നുണ്ടെങ്കിൽ CMA വെട്ടുക, എന്നിട്ട് CA. എനിക്ക് പേര് എഴുതാം, കാരണം ഞാനിപ്പോൾ ക്വാളിഫൈഡ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ പേര് വൃത്തിക്ക് എഴുതാൻ പറ്റും അല്ലേ. CA മുഹമ്മദ് ഹസ്കർ ജമാദ്. അപ്പോൾ ഇൻഷാ അള്ളാ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും ആവുമല്ലോ. CA ആണെങ്കിലും CMA ആണെങ്കിലും നിങ്ങളും ആകും അല്ലേ. അപ്പോൾ നിങ്ങളുടെ പേരും ഇവിടെ എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ, CA മുഹമ്മദ് ഹസ്കർ ജമാദ്. അപ്പോൾ CMA ക്വാളിഫൈഡ് ആവാൻ ഉദ്ദേശിക്കുന്നവർ, അതായത് CMA സ്റ്റുഡൻസ് എന്ത് ചെയ്യുക? CMA എന്ന് എഴുതുക, CA സ്റ്റുഡൻസ് CA എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഞാനിവിടെ മലപ്പുറത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഓഫീസ് മലപ്പുറത്താണ്. പിന്നെ ഒരുപാട് ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ക്ലാസ് എടുക്കുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ ഓഫ്ലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്യാറുണ്ട് ഫൈനലിന്. പിന്നെ അതുപോലെ റെക്കോർഡിങ്ങും ഓൺലൈൻ ക്ലാസ്സും, ഇതാണ് മെയിനായിട്ട്. റെക്കോർഡിങ്ങും ഓൺലൈൻ ക്ലാസ്സുമാണ് മെയിനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ശരി. ഇനി എക്സ്പെക്റ്റഡ് സ്കോർ. ഇൻകം ടാക്സിൽ 50 മാർക്കിനാണ്, GST 50 മാർക്കിനാണ്, അങ്ങനെ 100 മാർക്കിനല്ലേ. എക്സ്പെക്റ്റഡ് സ്കോർ, നിങ്ങൾ എത്ര മാർക്കാണ് ഇൻകം ടാക്സ് എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എത്ര മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് പഠിക്കുന്നത്? ചിലരെ മൈൻഡിൽ ഇപ്പോഴേ ഉണ്ടാവും എങ്ങനെയെങ്കിലും 60 സ്കോർ ചെയ്യണം. അതായത് ഇൻകം ടാക്സ് 50 മാർക്കിനാണ്, GST 50 മാർക്കിനാണല്ലേ. അപ്പോൾ നമുക്ക് 100 മാർക്ക് ടോട്ടൽ, 100 മാർക്കിലോട്ടാണല്ലോ പേപ്പർ വരുന്നത്. അപ്പോൾ ഈ 100 മാർക്കിൽ എങ്ങനെയെങ്കിലും 60 സ്കോർ ചെയ്യണമെന്നാണ് ഇൻറ്റൻഷൻ. അപ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് സ്കോർ 60 എന്ന് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെക്കല്ലേ, കാരണം 60 എന്ന് എഴുതി വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 40 കിട്ടുള്ളൂ. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു 60 മാർക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 40 കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും എക്സ്പെക്റ്റഡ് സ്കോർ എപ്പോഴും 100 തന്നെ എഴുതി വെക്കണം. അതായത് ഞാനിവിടെ ഇൻകം ടാക്സും GST കൂടെ ടോട്ടൽ 100 എന്ന് പറഞ്ഞു കേട്ടോ. ഇനി ഇൻകം ടാക്സ് മാത്രം നോക്കുകയാണെങ്കിൽ 50 മാർക്ക്, 50 മാർക്കിന് ഇൻകം ടാക്സിന് ക്വസ്റ്റ്യൻ വരില്ലേ. അപ്പോൾ 50 മാർക്കാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. 50 മാർക്കിന് വേണ്ടി നിങ്ങൾ പഠിക്കണം. 50 മാർക്ക്, ആ ഇൻകം ടാക്സിൽ 50 മാർക്കിന് വേണ്ടി നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 40 കിട്ടുള്ളൂ. കാരണം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമാണ്, CMA അല്ലേ. അപ്പോൾ നമ്മൾ 50 മാർക്കിൻ്റെ പേപ്പറാണെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് സ്കോർ 50 മാർക്കാണ്. 50 നമുക്ക് കിട്ടണം. അപ്പോൾ 50-ന് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു 40 കിട്ടും. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സിൽ 40 കിട്ടി, GST 40 കിട്ടി. അപ്പോൾ എത്രയായി? 80 ആയില്ലേ. 100 മാർക്കിൽ 80 ആയില്ലേ. വമ്പം വിജയമല്ലേ. ശരി, അപ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് മാർക്ക് എപ്പോഴും ആ ഏറ്റവും ടോപ്പിലുള്ള മാർക്കായിരിക്കണം. 100 മാർക്കിൻ്റെ പേപ്പറാണെങ്കിൽ 100 ആയിരിക്കണം എക്സ്പെക്റ്റഡ് മാർക്ക്. 50 മാർക്കിൻ്റെ പേപ്പറാണെങ്കിൽ 50 ആയിരിക്കണം എക്സ്പെക്റ്റഡ് മാർക്ക്. അപ്പോൾ ഇൻകം ടാക്സിൽ എപ്പോഴും നിങ്ങളുടെ എക്സ്പെക്റ്റഡ് മാർക്ക് 50 ആയിരിക്കണം. GSTയിലും എക്സ്പെക്റ്റഡ് മാർക്ക് 50 ആയിരിക്കണം. അപ്പോൾ ടോട്ടൽ എക്സ്പെക്റ്റഡ് മാർക്ക് എത്രയായിരിക്കണം? 100 ആയിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ഈ ക്ലാസ് എല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ ക്ലാസ്സിന് ഒരു റേറ്റിംഗ് കൊടുക്കണം കേട്ടോ. ഹസ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ ഒരു റേറ്റിംഗ് കൊടുക്കണം. അത് നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, ശരി, അതൊക്കെ പോട്ടെ. ഇനി നമുക്ക് ഇൻകം ടാക്സിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്, നമുക്ക് ടോട്ടൽ 13 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റേഴ്സ് പറയുന്നത് ബേസിക് കൺസെപ്റ്റ്, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ചില ബേസിക് കൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഒരാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ, അതിനെപ്പറ്റിയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇൻകം ഫ്രം സാലറി, നാലാമത്തെ ചാപ്റ്ററിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അഞ്ചാമത്തേതിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ആറാമത്തേത് ക്യാപിറ്റൽ ഗെയിൻസ്, ഏഴാമത്തേത് ഇൻകം ഫ്രം അതർ സോഴ്സ്, എട്ടാമത്തേത് ഇൻകം ഓഫ് അതർ പേഴ്സൺ ഇൻക്ലൂഡഡ് ഇൻ അസസീസ് ടോട്ടൽ ഇൻകം, ഇൻകം ഓഫ് അതർ പേഴ്സൺസ് ഇൻക്ലൂഡഡ് ഇൻ അസസീസ് ടോട്ടൽ ഇൻകം. ഞാൻ ജസ്റ്റ് പേരുകളൊന്ന് പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആയിട്ടോ. ജസ്റ്റ് പേരൊന്ന് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നൊരു ഇൻറ്റൻഷൻ വേണമല്ലോ, അതിനു വേണ്ടി ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. പിന്നെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം, അഡ്വാൻസ് ടാക്സ്, TDS, TCS, പ്രൊവിഷൻ ഫോർ ഫയലിംഗ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം ആൻഡ് സെൽഫ് അസസ്മെൻറ്റ്, ദ ലാസ്റ്റ് ചാപ്റ്റർ ഇൻകം ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ടേഷൻ ആൻഡ് ഒപ്റ്റിമൈസേഷൻ. ശരി, ഇങ്ങനെ 13 ചാപ്റ്റേഴ്സാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു പേപ്പറാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. GST പോലെയല്ല, കാരണം GST നമുക്ക് കുറേ തിയറീസ് അല്ലേ, ഒരുപാട് പ്രൊവിഷൻസ് തിയറീസാണ് പഠിക്കാനുള്ളത്. ഇതിൽ പ്രൊവിഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, ആക്ട്, റൂള്, ഇതൊക്കെ പഠിക്കാനുണ്ടെങ്കിലും ഇതിൻ്റെ പ്രോബ്ലംസ് ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഞാൻ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം. ഡോണ്ട് വറി. ഓക്കെ, യെസ്. അപ്പം നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റേണ്ടതാണ്. ഓക്കെ, യെസ്. ഇനി പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം.
നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ക്ലാസ് ആണെങ്കിലും നമ്മുടെ GSTയുടെ ക്ലാസ് ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് അല്ലേ നോക്കണം കേട്ടോ. കാരണം വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾക്കുള്ള ചില അഡീഷണൽ നോട്ട്സ്, ക്വസ്റ്റ്യൻസിൻ്റെ PDF, അതുപോലെ തന്നെ ചില മോക്ക് ടെസ്റ്റിൻ്റെ PDF, പിന്നെ CMA സ്റ്റുഡൻസിന് ചില അഡീഷണൽ ഏരിയാസ് ഉണ്ട്, അതിൻ്റെ PDF ഒക്കെ തരുന്നത് ആ ഒരു ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും CA സ്റ്റുഡൻസും CMA സ്റ്റുഡൻസൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ അല്ലേ എന്ന് കൺഫേം ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്, ശരി. അപ്പോൾ ഇനി ഞാൻ അധികം ഇൻട്രൊഡക്ഷൻ പറയുന്നില്ല, ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇൻകം ടാക്സിൽ 50 മാർക്കിനാണ്. ഓക്കെ, 50 മാർക്ക് ഇൻകം ടാക്സ്, 50 മാർക്ക് GST കേട്ടോ. ശരി, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് ഞാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിക്കുക, ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്ലാസ് കേൾക്കുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും കാൽക്കുലേറ്റർ, നോട്ട് ബുക്ക്, പേന ഉണ്ടായിരിക്കണം. തല കുത്തനെ ഇരുന്നിട്ടും കിടന്നിട്ടും ഒന്നും നിങ്ങൾ ക്ലാസ് കേൾക്കരുത്. ക്ലാസ് കേൾക്കണ്ട. ക്ലാസ് കേൾക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ഇരുന്നിട്ട് ഒരു ഒറ്റയ്ക്ക് ഒരു റൂമിലൊക്കെ ഇരുന്നിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, യെസ്. പിന്നെ ഞാൻ ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ പലതും പറയും, അതൊന്നും നിങ്ങൾ പേഴ്സണലായിട്ട് എടുക്കരുത്, അതൊക്കെ ക്ലാസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. യെസ്, ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്സ് എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബേസിക് കോൺസെപ്റ്റ്സ് ഓക്കെ ആണല്ലോ, എല്ലാവരും റെഡി ആണല്ലോ? യെസ്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും 100% ഓക്കെ ആയതിനു ശേഷം മാത്രം നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് മൂവ് ആവുക. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് കേട്ടോ, ബേസിക്സ് കോൺസെപ്റ്റ് എന്ന ടോപ്പിക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നല്ല വൃത്തിക്ക് കേട്ട് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നിങ്ങൾ റിവിഷൻ ചെയ്യണം. അതിനുശേഷം മാത്രം സെക്കൻഡ് ചാപ്റ്ററിലോട്ട് നിങ്ങൾ മൂവ് ആയാൽ മതി. ഓക്കെ, യെസ്. ഫസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടൈപ്പ് ഓഫ് ടാക്സ്. ശരി, എത്ര ടൈപ്പ് ഓഫ് ടാക്സ് ഉണ്ട് ഇന്ത്യയിൽ? GSTയിൽ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. പക്ഷേ GSTയുടെ ക്ലാസ് കേൾക്കാത്തവർക്കും ഇതറിയണമല്ലോ, അതുകൊണ്ട് അവിടെ പറഞ്ഞ അതേ പോയിന്റ് ഞാൻ ഇവിടെ അഗെയിൻ റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, നിലവിൽ ഇന്ത്യയിൽ 2 ടൈപ്പ് ഓഫ് ടാക്സ് ആണുള്ളത്. ഏതൊക്കെ? ഒന്ന് ഡയറക്റ്റ് ടാക്സും മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സും. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ഏതാണെന്നറിയോ? GST, അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി. ഇതാണ് ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ. ഇനി ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ഏതാ? ഇൻകം ടാക്സ്. ഇതാണ് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ്. ഏതാണ്? ഇൻകം ടാക്സ്. മറ്റൊരു ടാക്സ് ആണ്, നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് സിലബസിൽ പഠിക്കാനൊന്നുമില്ല. ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്. ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാത്ത ഇൻകം, നമുക്ക് ബ്ലാക്ക് മണി എന്നൊക്കെ പറയാം. അപ്പോൾ എനിക്ക് ഔട്ട്സൈഡ് ഇന്ത്യയിൽ എന്തെങ്കിലും ഫോറിൻ ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ ഫോറിൻ അസറ്റ് ഉണ്ട് ഔട്ട്സൈഡ് ഇന്ത്യയിൽ, ആ വിവരം ഞാൻ ഇന്ത്യയിലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാത്ത ഇൻകം, ഇതിൻ്റെ മുകളിലും ഒരു ടാക്സ് വരും, അതും ഒരു ഡയറക്റ്റ് ടാക്സ് തന്നെയാണ്. പക്ഷെ നമുക്കതിനെപ്പറ്റി ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ഫോറിൻ, അതായത് ബ്ലാക്ക് മണീനെ പറ്റി കുറച്ച് പഠിക്കാനുണ്ട്, പക്ഷേ ഇത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. സോ നിങ്ങളെ പേരൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്. അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ചില ഇൻകമാണ്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നമുക്കുള്ള കുറച്ച് അസറ്റാണ്. പക്ഷേ ആ ഇൻകത്തിൻ്റെയും അസറ്റിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ചില ഇൻകം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. യെസ്, ആ ഇൻകത്തിൻ്റെ മുകളിൽ വരുന്ന ടാക്സ്, അതും ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. ശരി, അപ്പോൾ നമുക്ക് നോക്കാം എത്ര ടൈപ്പ് ഓഫ് ടാക്സ് ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ടാക്സ് ഉണ്ട്. ഒന്നേതാണ് ഡയറക്റ്റ് ടാക്സ്, മറ്റൊന്നേതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ഏതാണ്? അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതാണ്? ഇൻകം ടാക്സ്. മറ്റൊന്ന് നിങ്ങൾ എക്സാമ്പിളായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഏതാണ്? ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്. ഇനി മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ. ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ഏതാണ്? GST, അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ നിങ്ങളോട് ഇൻഡയറക്റ്റ് ടാക്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിനെ പറ്റി പറഞ്ഞതിന് ശേഷം നമുക്ക് ഏത് നോക്കാം? ഡയറക്റ്റ് ടാക്സ് നോക്കാം. നിങ്ങൾ പറഞ്ഞേ, ഇൻഡയറക്റ്റ് ടാക്സ് അതിന് എക്സാമ്പിളാണല്ലോ GST, കസ്റ്റംസ് ഡ്യൂട്ടി. നമ്മൾ എപ്പോഴാണ് GST കൊടുക്കുക? ആരാണ് ഗവൺമെൻറ്റിലോട്ട് GST കൊടുക്കേണ്ടത്? ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സർവീസ് സപ്ലൈ ചെയ്യണം. ഒരു ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോഴോ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴോ
ആ സപ്ലൈ ചെയ്യുന്ന വ്യക്തി ഗവൺമെൻറ്റിലോട്ട് GST കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു കണ്ണട സ്പെക്സ് സെയിൽ ചെയ്യുന്ന ഒരു സപ്ലയറാണ്. അപ്പോൾ ഞാനിത് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലോട്ട് എന്ത് കൊടുക്കണം? GST കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഷോപ്പിൽ പോയിട്ടൊരു സാധനം വാങ്ങി നോക്കി. നിങ്ങൾ ഷോപ്പിൽ പോയിട്ടൊരു സാധനം വാങ്ങുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കാറുണ്ട്? GST കൊടുക്കാറുണ്ട്. GST നിങ്ങൾ ആർക്കാണ് കൊടുക്കുന്നത്? നിങ്ങൾ കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങുമ്പോൾ GST നിങ്ങൾ ഗവൺമെൻറ്റിക്കാണ് കൊടുക്കുന്നത്. അല്ല, നിങ്ങൾ ആർക്കാണ് GST കൊടുക്കുന്നത്? നിങ്ങളാ സപ്ലയർക്ക്, ആ ഷോപ്പിലുള്ള അയാൾക്കല്ലേ GST കൊടുക്കുന്നത്. അയാളത് എങ്ങോട്ട് കൊടുക്കും? ഗവൺമെൻറ്റിലോട്ട് കൊടുക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ നിങ്ങൾ. ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. ഇവിടെ ഒരു സപ്ലയർ ഉണ്ട്, ഇവിടെ ഒരു റെസിപ്പിയൻ്റ് ഉണ്ട്. നമ്മൾ ഈ സപ്ലയർ എന്ന് ഉദ്ദേശിക്കുന്നത് സെല്ലറെയാണ്, റെസിപ്പിയൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കസ്റ്റമറെയാണ് കേട്ടോ. റെസിപ്പിയൻ്റാണ് കസ്റ്റമർ. അപ്പോൾ ഇവിടെ ഈ സപ്ലയർ ഒരു മൊബൈൽ ഫോൺ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. സപ്ലയർ ഒരു മൊബൈൽ ഫോൺ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, മൊബൈൽ ഫോൺ സപ്ലൈ ചെയ്യുന്ന എല്ലാവരും 18% GST ഞങ്ങൾക്ക് തരണം. ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, മൊബൈൽ ഫോൺ സെയിൽ ചെയ്യുന്ന സെല്ലർ ഞങ്ങൾക്ക് 18% GST തരണം. GSTൻ്റെ ഫുൾ ഫോമൊക്കെ അറിയാലോ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ സപ്ലയർ 12,000 രൂപയുടെ മൊബൈൽ ഫോണാണ് കസ്റ്റമർക്ക് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ 12,000 രൂപയുടെ മൊബൈൽ ഫോൺ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ 12,000 രൂപയ്ക്ക് മുകളിൽ 18% എത്ര വരും? 12,000ൻ്റെ 18% എന്ന് പറയുന്നത് 2,160 രൂപ. ഈ 2,160 രൂപ സപ്ലയർ ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിക്ക് കൊടുക്കണം. അതാണ് ഗവൺമെൻറ് പറഞ്ഞത്. ഗവൺമെൻറ് പറയുന്നത്, നിങ്ങൾ ഈ ഒരു മൊബൈൽ ഫോൺ ഒരു ഗുഡ്സാണ് അല്ലേ? ഇതിനെപ്പറ്റി നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? GSTയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ ഒരു ഗുഡ്സാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മൊബൈൽ ഫോൺ സെയിൽ ചെയ്യുമ്പോൾ സെയിൽ ചെയ്യുന്ന ആൾ ഗവൺമെൻറ്റിക്ക് ടാക്സ് കൊടുക്കണം, GST കൊടുക്കണം. അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് 12,000 അതിൻ്റെ 18% GST 2,160. ഇത്രയും രൂപ ഗവൺമെൻറ്റിക്ക് സപ്ലയർ കൊടുക്കണം. അപ്പോൾ എൻ്റെ ചോദ്യം, സപ്ലയർ അയാളുടെ സ്വന്തം പോക്കറ്റിൽ നിന്നാണോ ഈ 2,160 രൂപ ഗവൺമെൻറ്റിക്ക് കൊടുക്കേണ്ടത്? അല്ല. GSTയിൽ സപ്ലയർ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഗവൺമെൻറ്റിക്ക് ഒരു ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സപ്ലയർ എന്താ ചെയ്യുക? 12,000 രൂപയുടെ പ്രൊഡക്റ്റ് റെസിപ്പിയൻറ്റിന് സെയിൽ ചെയ്യുമ്പോൾ ആ 12,000-ന് മുകളിൽ 2,160 രൂപ GST അതും കൂടെ റെസിപ്പിയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. എന്ന് വെച്ചാൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈ സപ്ലയർ ടോട്ടൽ 14,160 രൂപ കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്ത 14,160 രൂപയിൽ നിന്നും 2,160 രൂപ ഗവൺമെൻറ്റിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. നിങ്ങൾ നോക്കിയേ, ഇവിടെ സപ്ലയർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? സപ്ലയർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോടാ? സപ്ലയർക്ക് എന്ത് നഷ്ടം? കാരണം സപ്ലയർ ഈ ടാക്സ് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്? കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. സോ നഷ്ടം ആർക്കാണ്? കസ്റ്റമർക്കാണ്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായല്ലോ. GST എന്താ ചെയ്യുന്നത്? GST കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് സപ്ലയർ ഗവൺമെൻറ്റിലോട്ട് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. ഇൻഡയറക്റ്റ് ടാക്സിനൊരു എക്സാമ്പിളാണിത് GST. അപ്പോൾ ഏത് തരം ഇൻഡയറക്റ്റ് ടാക്സ് ആയാലും, അതിപ്പോൾ GST ആണെങ്കിലും കസ്റ്റംസ് ഡ്യൂട്ടി ആണെങ്കിലും ഏത് തരം ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിലും അതെന്തിൻ്റെ മുകളിലാണ് ലെവി ചെയ്യുന്നതെന്നറിയോ? ലെവിയുടെ പ്രൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യാണ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്, ആ ഗുഡ്സിൻ്റെ പ്രൈസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ സർവീസിൻ്റെ വാല്യൂവിൻ്റെ മുകളിലാണ് നമ്മൾ ഗവൺമെൻറ്റിലോട്ട് GST അതായത് ഇൻഡയറക്റ്റ് ടാക്സ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഈ ഒരു എക്സാമ്പിൾ മൊബൈൽ ഫോൺ ഒരു ഗുഡ്സാണ്. ഈ ഒരു ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗുഡ്സിൻ്റെ പ്രൈസിൻ്റെ മുകളിലാണ് ഗവൺമെൻറ്റിക്ക് GST കൊടുത്തത്. കറക്റ്റാണ്. യെസ്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്താ പറയുന്നത്? ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഷിഫ്റ്റഡ് ടു അതർ പേഴ്സൺ. അതെന്താണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഷിഫ്റ്റഡ് ടു അതർ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ ഇവിടെ പറയുന്നത്? നിങ്ങൾ നോക്കൂ, ഈ ഒരു എക്സാമ്പിളിൽ ഗവൺമെൻറ്റിലോട്ട് GST കൊടുത്തതാരാ? ഗവൺമെൻറ്റിലോട്ട് GST കൊടുത്തത് സപ്ലയറാണ്. പക്ഷേ സപ്ലയർ സ്വന്തം പോക്കറ്റിൽ നിന്നാണോ GST ഗവൺമെൻറ്റിലോട്ട് കൊടുത്തത്? അല്ല, റെസിപ്പിയൻറ്റിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ ആ ടാക്സിൻ്റെ ബർഡൻ സപ്ലയർ ആർക്ക് ഷിഫ്റ്റ് ചെയ്തു? റെസിപ്പിയൻറ്റിന് ഷിഫ്റ്റ് ചെയ്തു. ആ ടാക്സിൻ്റെ ബർഡൻ സപ്ലയർ ആർക്ക് ഷിഫ്റ്റ് ചെയ്തു? റെസിപ്പിയൻറ്റിന്, കസ്റ്റമർക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് ആ GST സപ്ലയർ ഗവൺമെൻറ്റിക്ക് കൊടുത്തത്. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് ആ GST സപ്ലയർ ഗവൺമെൻറ്റിക്ക് കൊടുത്തത്. എന്ന് വെച്ചാൽ സപ്ലയർ ആ ബർഡൻ ആർക്ക് ഷിഫ്റ്റ് ചെയ്തു? കസ്റ്റമർക്ക് ഷിഫ്റ്റ് ചെയ്തു.
ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് രണ്ടാമത്തെ പോയിന്റ്. ഇൻഡയറക്റ്റ് ടാക്സിൽ ഏത് തരം ഇൻഡയറക്റ്റ് ടാക്സ് ആയിക്കോട്ടെ, നമ്മളോട് എക്സാമ്പിൾ പറയുന്നത് ജി എസ് ടി. അപ്പോൾ ജി എസ് ടി ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഷിഫ്റ്റഡ് ടു അതർ പേഴ്സൺ. കറക്റ്റ് ആണല്ലോ? കാരണം ഇവിടെ ടാക്സിൻ്റെ ഭാരം ആർക്ക് ഷിഫ്റ്റ് ചെയ്യും? സപ്ലയർ കസ്റ്റമർക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഗവൺമെൻറ് ടാക്സ് കൊടുക്കുന്നത്. മറ്റൊന്ന് പറയുന്നത് റിഗ്രസീവ് ഇൻ നേച്ചർ. അതെന്താണ് റിഗ്രസീവ് ഇൻ നേച്ചർ? എന്ത് റിഗ്രസീവ് ഇൻ നേച്ചർ? ഈക്വൽ റേറ്റ് ഓഫ് ടാക്സ് ഫോർ ഓൾ പേഴ്സൺ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാടാ, വളരെ സിമ്പിൾ. ഇപ്പോൾ ഗവൺമെൻറ് ഈ മൊബൈൽ ഫോണിൻ്റെ GST റേറ്റ് എത്രയെന്നാണ് പറഞ്ഞത്? 18% എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ സപ്ലയർ ഈ റെസിപ്പിയൻറ്റിന് ഒരു മൊബൈൽ ഫോൺ സെയിൽ ചെയ്താലും 2 മൊബൈൽ ഫോൺ സെയിൽ ചെയ്താലും 3 മൊബൈൽ ഫോൺ സെയിൽ ചെയ്താലും 10 മൊബൈൽ ഫോൺ സെയിൽ ചെയ്താലും 1000 മൊബൈൽ ഫോൺ സെയിൽ ചെയ്താലും GSTയുടെ റേറ്റ് സെയിം തന്നെ കാര്യം റേറ്റ് മാറൂല. മൊബൈൽ ഫോണിൻ്റെ GST റേറ്റ് 18% പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ സെയിൽ ചെയ്താലും 10 മൊബൈൽ ഫോൺ സെയിൽ ചെയ്താലും 1,00,000 മൊബൈൽ ഫോൺ സെയിൽ ചെയ്താലും GSTയുടെ റേറ്റ് മാറൂല. റേറ്റ് 18 പറഞ്ഞാൽ ഇത് 18. ആ 18 പിന്നെ 19 ആവില്ല, അല്ലെങ്കിൽ 18 പിന്നെ 17 ആവില്ല, ഈ 18 12 ആവില്ല. അപ്പോൾ സപ്ലൈയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് GSTയുടെ റേറ്റ് മാറൂല. റേറ്റ് 18% എന്നുള്ള റേറ്റ് മാറൂല. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ റേറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. 18% മൊബൈൽ ഫോണിന് GST റേറ്റ് എങ്കിൽ അത് എത്ര മൊബൈൽ ഫോൺ സെയിൽ ചെയ്താലും റേറ്റ് 18% തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഗ്ലാസിൻ്റെ GST റേറ്റ് 5% ആണെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ് സെയിൽ ചെയ്താലും 2 ഗ്ലാസ് സെയിൽ ചെയ്താലും 3 ഗ്ലാസ് സെയിൽ ചെയ്താലും റേറ്റ് 5 തന്നെ ആയിരിക്കും. റേറ്റ് മാറൂല. റേറ്റ് ഒരു കാരണവശാലും മാറൂല. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. റിഗ്രസീവ് ഇൻ നേച്ചർ, ഈക്വൽ റേറ്റ് ഓഫ് ടാക്സ് ഫോർ ഓൾ പേഴ്സൺ. അപ്പോൾ ഒരു വ്യക്തി 10 മൊബൈൽ ഫോൺ സെയിൽ ചെയ്തു, റേറ്റ് 18% തന്നെയാണ്. ഒരു പേഴ്സൺ 1 കോടി മൊബൈൽ ഫോൺ സെയിൽ ചെയ്തു, റേറ്റ് 18% തന്നെയാണ്. റേറ്റ് ചേഞ്ച് ആവില്ല. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിനെ പറ്റി പഠിച്ചത് അല്ലേ? അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എപ്പോഴാണ് നോർമലി ലെവി ചെയ്യുന്നത്? ഒരു ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുന്ന സമയത്താണ് GST ലെവി ചെയ്യുക. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് കസ്റ്റംസ് ഡ്യൂട്ടി. ഇതും ഒരു ഇൻഡയറക്റ്റ് ടാക്സ് തന്നെയാണ്. എപ്പോഴാണ് കസ്റ്റംസ് ഡ്യൂട്ടി വരിക? വെരി സിമ്പിൾ. നമ്മൾ വേറെ ഒരു രാജ്യത്ത് നിന്ന് നമ്മളൊരു ഗുഡ്സോ സർവീസോ വാങ്ങുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ടാക്സാണ് ഇത് കസ്റ്റംസ് ഡ്യൂട്ടി. ക്ലിയർ ആണോ? അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ വേറെ ഒരു രാജ്യത്ത് നിന്ന് നമ്മളൊരു ഗുഡ്സോ സർവീസോ വാങ്ങുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ടാക്സാണ് ഇത് കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടീനെ പറ്റി CA ഇൻ്ററിന് പഠിക്കാനില്ല, പക്ഷേ CMA ഇൻ്ററിന് ഇൻഡയറക്റ്റ് ടാക്സിൽ കസ്റ്റംസ് ഡ്യൂട്ടി പഠിക്കാൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ശരി. ഇനി നമ്മൾ പഠിക്കുന്നത് ഡയറക്റ്റ് ടാക്സിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഡയറക്റ്റ് ടാക്സിനെ പറ്റി പറയുമ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വേണം. അങ്ങനെ ഓർമ്മ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ടാക്സ് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞേ, ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ പറഞ്ഞേ. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് ഇൻകം ടാക്സ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതാണ്? ഇൻകം ടാക്സ്. പിന്നെ ഒരു എക്സാമ്പിളിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റേതും കൂടെ ഓർത്ത് വെക്കണം. ഏതാണ്? ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്. എന്താണ് അൺഡിസ്ക്ലോസ്ഡ് എന്ന് വെച്ചാൽ? എന്താ? നമ്മൾ തെളിയിക്കാത്ത, വെളിപ്പെടുത്താത്ത, ഇന്ത്യയിലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പിൽ നമ്മൾ വെളിപ്പെടുത്താത്ത വല്ല ഇൻകമോ അസറ്റോ ഫോറിൻ കൺട്രിയിലുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലും നമ്മളൊരു ടാക്സ് കൊടുക്കണം. അത് വെളിപ്പെടുത്താത്ത ഇൻകമാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് അങ്ങനൊരു ഇൻകം ഉണ്ട്, അങ്ങനൊരു അസറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലുണ്ട്, അത് നമ്മൾ ഇന്ത്യയിൽ വെളിപ്പെടുത്തിയിട്ടില്ല, ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നീട് എപ്പോഴെങ്കിലും കണ്ടുപിടിച്ചാൽ ആ സമയത്ത് നമ്മളൊരു ടാക്സ് കൊടുക്കേണ്ടി വരും. അതും ഒരു തരം ഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് ഇൻകം ടാക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻകം ടാക്സിന് എന്തിൻ്റെ മുകളിലാണ് ഇൻകം ടാക്സ് ലെവി ചെയ്യുന്നത്? എന്തിൻ്റെ മുകളിൽ? ഇപ്പോൾ GSTയുടെ കേസ് നമ്മൾ പറഞ്ഞു. GST എന്തിൻ്റെ മുകളിലാണ് ലെവി ചെയ്യുന്നത്? ഒരു ഗുഡ്സിൻ്റെ പ്രൈസിൻ്റെ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ സർവീസിൻ്റെ വാല്യൂ, ഇതിൻ്റെ മുകളിലാണ് GST ലെവി ചെയ്യുന്നത്. ഈ ഇൻകം ടാക്സ് എന്തിൻ്റെ മുകളിലാണ് ലെവി ചെയ്യുന്നത്? ഇൻകം ടാക്സ് ലെവി ചെയ്യുന്നത് ലെവിഡ് ഓൺ ഇൻകം ഓർ വെൽത്ത്. ഒരു വ്യക്തിയുടെ ഇൻകത്തിൻ്റെ മുകളിൽ ലെവി ചെയ്യുന്ന ടാക്സാണ് ഇൻകം ടാക്സ്. ഈ വെൽത്ത് ടാക്സ് എന്നൊരു ടാക്സ് ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ള ഇല്ല കേട്ടോ. വെൽത്ത് ടാക്സ് എന്നൊരു ടാക്സ് ഉണ്ടായിരുന്നു, പക്ഷേ വെൽത്ത് ടാക്സ് എന്നൊരു ടാക്സ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലില്ല. പക്ഷേ തിയററ്റിക്കലി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഏതിൻ്റെ മുകളിലാണ് ഡയറക്റ്റ് ടാക്സ് ലെവി ചെയ്യുന്നത്? ഇൻകം ടാക്സിൻ്റെ മുകളിൽ, ഇൻകത്തിൻ്റെ മുകളിലും വെൽത്തിൻ്റെ മുകളിലുമാണ് ഡയറക്റ്റ് ടാക്സ് ലെവി ചെയ്യുന്നത്. വെൽത്ത് ടാക്സ് എന്നൊരു ടാക്സ് ഉണ്ടായിരുന്നു. എന്താ വെൽത്ത്? നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ അസറ്റ്, അതാണ് നമ്മുടെ വെൽത്ത്. നമ്മുടെ വെൽത്തിന് മുകളിൽ കൊടുത്തൊരു ടാക്സ് ഉണ്ടായിരുന്നു, വെൽത്ത് ടാക്സ്. പക്ഷെ ഇപ്പം അതില്ല കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് ഏതാണ്? ഇൻകം. ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് ഇത് ഇൻകം ടാക്സ്. ഓക്കെ ആണല്ലോ? യെസ്.
ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഇൻകം കിട്ടാം? നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടോ? ചിന്തിച്ച് നോക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടോ? എടാ ജീവിക്കുന്നില്ലേ നിങ്ങളൊക്കെ? എവിടുന്നാ പൈസ കിട്ടുന്നത്? വീട്ടിൽ നിന്ന് വാങ്ങും അല്ലേ? ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ശരി, നമുക്ക് എവിടെ നിന്നൊക്കെ ഇൻകം കിട്ടാം? ഇൻകം ടാക്സിൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ 5 ഹെഡായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഈ 5 ഹെഡും നമുക്ക് പഠിക്കാനുള്ള ഓരോ ചാപ്റ്ററാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം ഏതൊക്കെയാണ് ഹെഡ്സ് ഓഫ് ഇൻകം, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇൻകം കിട്ടുക. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഓരോ ചാപ്റ്ററാണ്. ഓക്കെ, നിങ്ങൾ ആ ഇൻഡെക്സ് നോക്കിയാൽ കാണാൻ പറ്റും, ഇതൊക്കെ ചാപ്റ്ററാണ്. ഫസ്റ്റ് സാലറി, ഇത് നമ്മുടെ ഒരു ഇൻകമാണ്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എനിക്ക് സാലറി കിട്ടും അല്ലേ, അതെൻ്റെ ഇൻകമാണ്. മറ്റൊന്ന് ഹൗസ് പ്രോപ്പർട്ടി. ഈ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എങ്ങനെയാണ് ഇൻകം കിട്ടുക? ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എങ്ങനെയാണ് ഇൻകം കിട്ടുക? നമ്മുടെ ഒരു ബിൽഡിങ്, ആ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്, ആ ഒരു വീട് നമ്മൾ മറ്റൊരാൾക്ക് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് റെൻറ്റ് വാടക കിട്ടൂലേ, അത് നമ്മുടെ ഇൻകം അല്ലേ? ആണ്. നെക്സ്റ്റ് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ നമുക്ക് ഇൻകം കിട്ടൂലേ, അത് നമ്മുടെ ഇൻകമാണ്. പിന്നെ പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ. എന്താണ് ഈ ക്യാപിറ്റൽ ഗെയിൻ? എന്താണ് ഈ ക്യാപിറ്റൽ ഗെയിൻ? ക്യാപിറ്റൽ ഗെയിൻ എന്ന് വെച്ചാൽ എന്താ? ക്യാപിറ്റൽ ഗെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ സെയിൽ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലൊരു ലാൻഡ് ഉണ്ട്, ലാൻഡ് എൻ്റെ ഒരു അസറ്റ് അല്ലേ, അപ്പോൾ ആ ലാൻഡ് ഞാൻ സെയിൽ ചെയ്യാണ്. അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു ബിൽഡിംഗ് ഉണ്ട്, നമുക്കറിയാം ബിൽഡിംഗ് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വാടക കിട്ടും അല്ലേ, ആ വാടക നമ്മൾ ഏത് ഹെഡിലാണ് ഇൻകമായിട്ട് കാണിക്കുക? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിലാണ് കാണിക്കുക. എന്നാൽ ഞാൻ ബിൽഡിംഗ് വിൽക്കുകയാണെങ്കിലോ അപ്പോൾ നമുക്കവിടെ എന്ത് വരും? ക്യാപിറ്റൽ ഗെയിൻ വരും. അപ്പോൾ നമ്മുടെ ഒരു അസറ്റ് നമ്മൾ വിൽക്കുകയാണ്. അപ്പോൾ ഒരു ലാൻഡ് ആവാം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആവാം. എൻ്റെ ഒരു അസറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഏത് ഹെഡിൽ ഇൻകമായിട്ട് കാണിക്കണം? ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിൽ ഇൻകമായിട്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഹെഡ് പറഞ്ഞു? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, പിന്നെ ക്യാപിറ്റൽ ഗെയിൻ. ഇങ്ങനെ 4 ഹെഡ് പറഞ്ഞു അല്ലേ. ഇനി പറയുന്നത് ഈ 4 ഹെഡുകളിൽ വരാത്ത ഏത് ഇൻകം ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ ഏത് ഹെഡിലാണ് കാണിക്കേണ്ടത്? ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഫസ്റ്റ് 4 ഹെഡിൽ വരാത്ത എല്ലാ ഇൻകവും നമ്മൾ ഏത് ഹെഡിലാണ് കാണിക്കേണ്ടത്? ഇൻകം ഫ്രം അതർ സോഴ്സ്. എക്സാമ്പിൾ, ലോട്ടറി അടിച്ചു, ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ ഒരുപാട് ഇൻകംസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ എവിടെ കാണിക്കേണ്ടത്? ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന ഹെഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഈ 5 ഹെഡുകളിൽ നിന്നാണ് ഒരു വ്യക്തിക്ക് ഇൻകം കിട്ടുക. ഈ കിട്ടുന്ന ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണിത് ഇൻകം ടാക്സ്. അപ്പോൾ നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിക്ക് ഇൻകം ടാക്സ് കൊടുക്കണം. നിങ്ങൾക്ക് റെൻറ്റ് കിട്ടുന്നുണ്ടോ ബിൽഡിംഗിൽ നിന്ന്? നിങ്ങൾ ഗവൺമെൻറ്റിക്ക് ഇൻകം ടാക്സ് കൊടുക്കണം. നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ? ഗവൺമെൻറ്റിക്ക് ഇൻകം ടാക്സ് കൊടുക്കണം. നിങ്ങൾ വല്ല അസറ്റ് സെയിൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഇൻകത്തിൻ്റെ മുകളിൽ ഗവൺമെൻറ്റിക്ക് ടാക്സ് കൊടുക്കണം. നിങ്ങൾക്ക് വല്ല ലോട്ടറി അടിച്ചിട്ടുണ്ടോ? ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മുകളിൽ നിങ്ങൾ ഗവൺമെൻറ്റിക്ക് ഇൻകം ടാക്സ് കൊടുക്കണം. നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിലേ അതിൻ്റെ മുകളിൽ കുറച്ച് ടാക്സ് ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിക്ക് കൊടുക്കണം. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞു വന്നത് നമ്മുടെ ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഏത് ലെവി ചെയ്യുന്നത്? ഇൻകം ടാക്സ് ലെവി ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻകം ടാക്സിൽ ബേർഡൻ ഓഫ് ടാക്സ് കനോട്ട് ബി ഷിഫ്റ്റഡ്. എന്താ ബേർഡൻ ഓഫ് ടാക്സ് കനോട്ട് ബി ഷിഫ്റ്റഡ്? നമ്മൾ ഇവിടെ പറഞ്ഞത് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഷിഫ്റ്റഡ് ടു അതർ പേഴ്സൺ അല്ലേ. അതായത് എന്തായിരുന്നു? ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, സപ്ലയർ ആണ് ഗവൺമെൻറ്റിക്ക് GST കൊടുക്കുന്നതെങ്കിലും ആ ബേർഡൺ ആർക്ക് ഷിഫ്റ്റ് ചെയ്തു? കസ്റ്റമർക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് സപ്ലയർ ആ GST ഗവൺമെൻറ്റിക്ക് കൊടുക്കുന്നത്. എന്നാലേ ഇൻകം ടാക്സ് അങ്ങനെയല്ല. ഇൻകം ടാക്സ് നമുക്ക് ഇൻകം കിട്ടിയാൽ നമ്മൾ ടാക്സ് കൊടുക്കണം. വെരി സിമ്പിൾ. ഇപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ സാലറി കിട്ടി. എനിക്ക് 10 ലക്ഷം രൂപ സാലറി കിട്ടിയാൽ ഈ 10 ലക്ഷത്തിൽ നിന്നും ഞാൻ തന്നെ നേരിട്ട് ഗവൺമെൻറ്റിക്ക് ടാക്സ് കൊടുക്കണം. എനിക്ക് 5 ലക്ഷം രൂപ റെൻ്റൽ ഇൻകം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 5 ലക്ഷത്തിൽ നിന്നും ഞാൻ തന്നെ നേരിട്ട് ഗവൺമെൻറ്റിക്ക് ടാക്സ് കൊടുക്കണം. എന്ന് വെച്ചാൽ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. നമുക്ക് ഇൻകം കിട്ടിയാൽ നമ്മൾ തന്നെ ടാക്സ് കൊടുക്കണം. നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ടാക്സ് കൊടുക്കണം. എനിക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്നും ഞാൻ തന്നെ നേരിട്ട് ഗവൺമെൻറ്റിക്ക് ടാക്സ് കൊടുക്കണം. ഇൻസിഡൻസ് മറ്റൊരാൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് GSTയിൽ എങ്ങനെയാണ് പറഞ്ഞത്?
കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് സപ്ലയർ ഗവൺമെൻറ്റിക്ക് കൊടുക്കുന്നല്ലേ. എന്നാൽ ഇൻകം ടാക്സ് അങ്ങനെയല്ല. ആർക്കാണോ ഇൻകം കിട്ടിയത് അയാളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഗവൺമെൻറ്റിലോട്ട് ഇൻകം ടാക്സ് കൊടുക്കണം. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഇൻകം കിട്ടിയാൽ ആ ഇൻകത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിക്ക് ടാക്സ് കൊടുക്കണം. നമുക്ക് ഇൻകം വല്ലതും ഉണ്ടെങ്കിൽ ആ ഇൻകത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഗവൺമെൻറ്റിക്ക് ടാക്സ് കൊടുക്കണം. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് എങ്ങനെ? ഇൻഡയറക്റ്റ് ടാക്സ് എങ്ങനെയാണെന്ന് അറിയോ? ഇൻഡയറക്റ്റ് ടാക്സ് എങ്ങനെയാണ്? ഒരു ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ടാക്സ് വാങ്ങാണ്. കറക്റ്റ് ചിന്തിച്ച് നോക്കിയേ. ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ടാക്സ് വാങ്ങാണ്. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലുള്ള ആളുകൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഷോപ്പിലോട്ട് പോയി. അവരാ സാധനം വാങ്ങുമ്പോൾ ആ ഷോപ്പിൽ നിന്നും ബില്ലിൽ പറഞ്ഞ എമൗണ്ട് കൊടുക്കും. നമ്മുടെ വീട്ടുകാർ നോക്കുമോ ഈ ബില്ലിൽ GST എത്ര ഉണ്ട്, ഗുഡ്സിൻ്റെ പ്രൈസ് എത്ര ഉണ്ട് നോക്കുമോ? ഇല്ല. സാധാരണക്കാർ GST നമ്മുടെ ഈ സപ്ലയർ നമ്മുടെ കയ്യിൽ നിന്ന് GST വാങ്ങുന്നതൊന്നും കസ്റ്റമർക്ക് അറിയില്ല. നമുക്കറിയാം. നമ്മളിപ്പോൾ CA CMA പഠിക്കുന്നതുകൊണ്ട് നമുക്കറിയാം. ഓക്കെ, ഈ ബില്ലിൽ ഇത്ര രൂപ GST ആണ്. ഞാൻ ഈ ഗുഡ്സ് വാങ്ങിയപ്പോൾ ഗുഡ്സിന് ഇപ്പോൾ നോട്ട് ബുക്ക് വാങ്ങി. നോട്ട് ബുക്കിന് ആക്ച്വലി 50 രൂപയേ ഉള്ളൂ. ബാക്കി കുറച്ച് എമൗണ്ട് GST ആണ് നമുക്കറിയാൻ പറ്റും. എന്നാൽ നമ്മുടെ വീട്ടുകാർ ഇപ്പം പ്രായമുള്ള ആളുകൾ പോയിട്ട് കടയിൽ പോയിട്ട് സാധനം വാങ്ങാണ്. കസ്റ്റമറോട് എന്ത് എമൗണ്ട് ആണോ ആ സപ്ലയർ പറഞ്ഞത് ആ എമൗണ്ട് കസ്റ്റമർ കൊടുക്കും. അതിൽ GST ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കാറുണ്ടോ? നമ്മൾ നോക്കും, പക്ഷേ ചില ആളുകൾ നോക്കൂല അല്ലേ? അങ്ങനെയാണെങ്കിൽ സപ്ലയർ എന്ത് ചെയ്യാന്നറിയോ? ഒരു ഗുഡ്സ് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഗുഡ്സിൻ്റെ പ്രൈസിൻ്റെ മുകളിൽ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, കസ്റ്റമർ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങാണ്. ആ ടാക്സ് ഗവൺമെൻറ്റിക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. GST അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. ആൻഡ് ദ ലാസ്റ്റ് ഡിഫറൻസ്, പ്രോഗ്രസീവ് ഇൻ നേച്ചർ. ഇവിടെ നമ്മൾ പറഞ്ഞു റിഗ്രസീവ് ഇൻ നേച്ചർ, എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് പ്രോഗ്രസീവ് ഇൻ നേച്ചർ. എന്താ പ്രോഗ്രസീവ് നേച്ചർ? എന്തായിരുന്നു റിഗ്രസീവ് ഇൻ നേച്ചർ? എത്ര രൂപയുടെ മൊബൈൽ ഫോൺ സെയിൽ ചെയ്താലും റേറ്റ് മാറൂല. മൊബൈൽ ഫോണിൻ്റെ GST റേറ്റ് 18 ആണെന്ന് പറഞ്ഞാൽ 18 തന്നെ, ആ റേറ്റ് മാറൂല. എന്നാൽ ഇവിടെ പ്രോഗ്രസീവ് നേച്ചർ എന്ന് വെച്ചാൽ എന്താ, ഹൈ റേറ്റ് ഓഫ് ടാക്സ് ഓൺ പേഴ്സൺ ഹാവിങ് ഹയർ ഇൻകം. എന്ന് വെച്ചാൽ എന്താ, ഇവിടെ എങ്ങനെയാണെന്നറിയോ, കൂടുതൽ ഇൻകം കിട്ടുന്നവരെ കൂടുതൽ റേറ്റിൽ ടാക്സ് കൊടുക്കണം. എങ്ങനെ? കൂടുതൽ ഇൻകം കിട്ടുന്ന ആളുകൾ, സാലറി കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ റേറ്റ് ഓഫ് ടാക്സ് കൊടുക്കണം. ബിസിനസ് ഇൻകം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടാക്സ് റേറ്റ് വരും. അതായത് നമുക്ക് പഠിക്കാനുണ്ട്, ഒന്ന് താഴേക്ക് നോക്കൂ. ഇവിടെ പറയുന്നുണ്ട്, അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ടാക്സ് റേറ്റ് മാറും. ഇവിടെ പറയുന്നുണ്ട്, കുറച്ച് ഇൻകം ഉള്ളെങ്കിൽ നിങ്ങൾ 5% ടാക്സ് കൊടുത്താൽ മതി. അതിലും കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾ 10% ടാക്സ് കൊടുക്കണം. അതിലും കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ 15% ടാക്സ് കൊടുക്കണം. അതിലും കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ 20% ടാക്സ് കൊടുക്കണം. അതിലും കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ 30% ടാക്സ് കൊടുക്കണം. എന്ന് വെച്ചാൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സിൻ്റെ റേറ്റ് മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഇൻകം കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ ടാക്സ് റേറ്റ് മാറിക്കൊണ്ടേയിരിക്കും. അതായത് 5 10 ആവും, 10 15 ആവും, 15 20 ആവും, 20 30 ആവും. റേറ്റ്, ആ ടാക്സിൻ്റെ റേറ്റ് മാറും. എന്നാൽ GSTയിൽ അങ്ങനെയല്ല. മൊബൈൽ ഫോണിൻ്റെ GST റേറ്റ് അസ്യൂം 18% പറഞ്ഞാൽ അത് ഫിക്സഡാ. അതിപ്പോൾ ഒരു മൊബൈൽ ഫോൺ സെയിൽ ചെയ്താലും 2 മൊബൈൽ ഫോൺ സെയിൽ ചെയ്താലും റേറ്റ് 18% തന്നെ, റേറ്റ് മാറൂല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സിൻ്റെ റേറ്റ് മാറും. ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇൻകം ടാക്സിനെ നമ്മൾ എന്തായിട്ട് പറയുന്നത്, പ്രോഗ്രസീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഇൻകത്തിൻ്റെ മുകളിൽ ലെവി ചെയ്യുന്നൊരു ടാക്സാണ്. GSTയും കസ്റ്റംസ് ഡ്യൂട്ടിയോ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പുറത്ത് ലെവി ചെയ്യുന്നൊരു ടാക്സാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇൻകം ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ടാക്സ് ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിക്ക് കൊടുക്കണം. സത്യം പറഞ്ഞാൽ കുറച്ചല്ലടാ, നല്ലൊരു ടാക്സ് കൊടുക്കണം. അതൊക്കെ നിനക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഇൻകം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലൊരു ടാക്സ്, നല്ലൊരു ഭാഗം ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിക്ക് കൊടുക്കണം. പിന്നെ അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സമാധാനം. ഗവൺമെൻറ്റിക്ക് ടാക്സ് കൊടുക്കുന്നതേ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സമാധാനം. നമ്മൾ എന്തിനാണ് ഗവൺമെൻറ്റിക്ക് ടാക്സ് കൊടുക്കുന്നത്? ടാക്സ് ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഇല്ല. നമ്മൾ പറയാറില്ലേ, ഞങ്ങളുടെ പൈസ കൊണ്ടാണ് നീ ജീവിക്കുന്നതെന്ന്, അല്ലേ? നമ്മുടെ പൈസ കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ഈ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ആളുകളോട്, അത് നമ്മുടെ പൈസയൊക്കെ ജീവിക്കുന്നത്. അതെങ്ങനെ നമ്മുടെ പൈസയ്ക്ക് എങ്ങനെ അവർ ജീവിക്കുന്നത്? ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ആളുകളോട്, ഇപ്പോൾ പോലീസുകാരോടൊക്കെ നമ്മൾ പറയൂലേ, ഞങ്ങളുടെ പൈസക്കാണ് ജീവിക്കുന്നത്, അത് മറക്കണ്ട. അതെങ്ങനെയാണ്? അതായത് നമ്മൾ കൊടുക്കുന്ന ടാക്സ്,
ആ ടാക്സ് ആണല്ലോ ഗവൺമെൻറ്റിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ. നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഉണ്ടല്ലോ, അതാണ് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ. ഗവൺമെൻറ്റിൻ്റെ ആ റവന്യൂവിൽ നിന്നാണ് ഗവൺമെൻറ് സർവീസിലുള്ള ആളുകൾക്ക് സാലറി കൊടുക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സിൻ്റെ പൈസ വെച്ചിട്ടാണ് ഗവൺമെൻറ് സർവീസിലുള്ള ആളുകൾക്ക് സാലറി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഗവൺമെൻറ് വേണമെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് കിട്ടാതെ ഗവൺമെൻറ്റിന് റവന്യൂ ഇല്ല. ഗവൺമെൻറ്റിന് വേറെ കുറേ റവന്യൂസ് ഉണ്ട്, എങ്കിലും മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ, ഗവൺമെൻറ്റിന് മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് നമ്മളെപ്പോലത്തെ ആളുകൾ കൊടുക്കുന്ന ടാക്സുകളാണ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ വികസിക്കുമ്പോൾ ഗവൺമെൻറ്റും വികസിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ഇനി വലിയ വലിയ ആൾക്കാരാകുമ്പോൾ കുറേ ഇൻകം ഉണ്ടാക്കുമല്ലേ? അപ്പോൾ കുറേ ഇൻകം ഉണ്ടാക്കുമ്പോൾ കുറേ പൈസ ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിക്ക് കൊടുക്കണം. കൊടുത്തോണ്ടോ, ഇല്ലെങ്കിൽ വന്ന് തൂക്കിക്കൊണ്ട് പോകും. ഓക്കെ, യെസ്, ശരി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് ടൈപ്പ് ഓഫ് ടാക്സ്, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഡിഫറൻസ് ഒന്ന് സിമ്പിളായിട്ട് ഒരു 2 ടൈംസ് ഒന്ന് റീഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ പറയുന്ന അടുത്ത ഏരിയയിലോട്ട് നിങ്ങൾ പോയാൽ മതി. ഓക്കെ, യെസ്. പിന്നെ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞിട്ടേ ടാക്സ് എങ്ങനെ വെട്ടിക്കാം എന്നതിനെ പറ്റിയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ. നമ്മളിപ്പോൾ ക്വാളിഫൈഡ് ആയി കഴിയുമ്പോൾ ക്ലൈൻസ് നമ്മുടെ ഓഫീസിലോട്ട് വരും അല്ലേ, ടാക്സിൻ്റെ കാൽക്കുലേഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടാക്സ് ഇവേഷൻ ഒന്നും പറഞ്ഞു കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ സാർ നമ്മൾ ടാക്സ് ഇവേഷൻ പഠിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ ടാക്സ് ഇവേഷൻ പഠിക്കുന്നില്ല, പക്ഷേ നമ്മൾ ടാക്സ് ലോ പഠിക്കുന്നുണ്ട്. ഈ ടാക്സ് ലോ ശരിക്കും പഠിച്ചാൽ ടാക്സ് എങ്ങനെ കുറക്കണമെന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ ടാക്സ് ഇവേഷൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല, ടാക്സ് ലോ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ പ്രയോഗിക്കുക. GST ആണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും ആ ലോ ഒക്കെ നല്ല രീതിയിൽ പ്രയോഗിക്കുക കേട്ടോ. യെസ്, പ്രയോഗിക്കണം. ചിലരൊക്കെ ഇപ്പോഴേ ചിരിക്കുന്നുണ്ട്, ആ സാർ ഞങ്ങളൊന്ന് ക്വാളിഫൈഡ് ആട്ടെ, പ്രയോഗിച്ച് കൊടുക്കാം. ചിലരുടെ മൈൻഡിൽ ഇപ്പോഴും അതാണ്, ഞങ്ങൾ പ്രയോഗിച്ച് കൊടുക്കാം കേട്ടാ, ക്വാളിഫൈഡ് ആട്ടെ കാണിച്ചു തരാമെന്നൊക്കെയാണ് ചിലരെപ്പോഴും വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, രണ്ടാമത്തത് പവർ ടു ലെവി ടാക്സ്. പവർ ടു ലെവി ടാക്സ്. എടാ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ ടാക്സ് വാങ്ങാൻ ഗവൺമെൻറ്റുകൾക്ക് പറ്റുമോ? അതായത് എൻ്റെ ചോദ്യം, നമ്മൾ ഇൻകം ടാക്സ് ആരൊക്കെ കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിക്കാണോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിക്കാണോ? നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണോ സെൻട്രൽ ഗവൺമെൻറ്റിനാണോ? അത് 2 പേർക്കും കൊടുക്കുന്നുണ്ടോ ഇൻകം ടാക്സ്? ഇൻകം ടാക്സ് നമ്മൾ കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനല്ല. എന്നാൽ GST നമ്മൾ പഠിച്ചു, GST എന്ന സബ്ജക്റ്റിൽ പഠിച്ചു. സെൻട്രൽ ഗവൺമെൻറ്റിക്കും GST കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിക്കും GST കൊടുക്കുന്നുണ്ട് അല്ലേ? എന്നാൽ ഇൻകം ടാക്സ് എൻറ്റയർലി കൊടുക്കുന്നത് ആർക്കാണ്? സെൻട്രൽ ഗവൺമെൻറ്റിക്ക് മാത്രമാണ്. എന്ന് കരുതി സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ ടാക്സ് വാങ്ങാനുള്ള പവറൊന്നുമില്ല അല്ലേ? ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ആർട്ടിക്കിൾ 265 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എടാ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഇന്ത്യൻ ഭരണഘടന. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 265 ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണെന്നറിയോ? നോ ടാക്സ് ഷാൾ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ. നോ ടാക്സ് ഷാൾ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ എന്ന് വെച്ചാൽ എന്താ? ലോയുടെ അധികാരമില്ലാതെ ഒരു ടാക്സും ലെവി ചെയ്യാനും പാടില്ല, കളക്ട് ചെയ്യാനും പാടില്ല. എന്തിൽ ലെവി ചെയ്യാന്ന് വെച്ചാൽ എന്താ? ചുമത്തുക. കളക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അത് വാങ്ങുക. അപ്പോൾ ലോയുടെ അധികാരമില്ലാതെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പവർ കൊടുക്കാതെ ഒരു ഗവൺമെൻറ്റിനും ഒരാളുടെ കയ്യിൽ നിന്നും ടാക്സ് ലെവി ചെയ്യാനും പാടില്ല, ടാക്സ് കളക്ട് ചെയ്യാനും പാടില്ല അല്ലേ? അപ്പം ഇന്ത്യൻ ഭരണഘടന പവർ കൊടുക്കാതെ നമ്മൾ ആർക്കും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രശ്നമാണ്, ഇന്ത്യൻ ഭരണഘടന പവർ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഇന്ത്യൻ ഭരണഘടന പവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങാൻ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പവർ കൊടുത്തിട്ടുണ്ട്. നോക്കാം, ആർട്ടിക്കിൾ 246 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 246 ആ ഒരു പവർ കൊടുത്തത്. ഗവൺമെൻറ്റുകൾക്ക് ടാക്സ് വാങ്ങാനും അല്ലെങ്കിൽ നിയമങ്ങൾ നിർമ്മിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന എന്ത് കൊടുത്തു? പവർ കൊടുത്തു. ഏത് ആർട്ടിക്കിളാണെന്നറിയോ? ആർട്ടിക്കിൾ 246. ആർട്ടിക്കിൾ 246 ഒരു 7ാമത്തെ ഷെഡ്യൂൾ ഉണ്ട്. എത്രാമത്തെ ഷെഡ്യൂൾ? 7ാമത്തെ ഷെഡ്യൂൾ. ഈ ഷെഡ്യൂളിൽ 3 ലിസ്റ്റുകൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ലിസ്റ്റ് എന്നറിയോ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്.
യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് സർ, എന്നാൽ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇത് ഞങ്ങൾക്ക് അറിയാത്തതാണ് സർ. അപ്പോൾ എന്തായാലും അറിയുന്നവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് അടിച്ചോളൂ, അറിയാത്തവരാണെങ്കിൽ കണ്ടിരുന്നോളൂ. ഓക്കെ, അപ്പോൾ 3 ലിസ്റ്റ്. ചിലർക്ക് എന്ത് ലിസ്റ്റ്? നമ്മളാകെ കണ്ടത് സാധനം വാങ്ങാൻ വീട്ടിൽ നിന്ന് തരുന്ന ഒരു ലിസ്റ്റാണ്. പഴം, പച്ചക്കറി, ഫ്രൂട്ട്സ്, ഇതിൻ്റെ ഒരു ലിസ്റ്റ് വീട്ടിൽ നിന്ന് തരാറുണ്ട്. ഈ ലിസ്റ്റേ നമുക്കറിയുള്ളൂ ചിലർക്ക്. അപ്പോൾ 3 ലിസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. 3 ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ യൂണിയൻ ലിസ്റ്റിൽ എന്താ പറയുന്നതെന്ന് അറിയോ? യൂണിയൻ ലിസ്റ്റിൽ ഒരുപാട് മാറ്റേഴ്സ് പറയുന്നുണ്ട്. ഒരുപാട് ഇഷ്ടം പോലെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, യൂണിയൻ ലിസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ യൂണിയൻ ലിസ്റ്റിൽ പറയുന്ന മാറ്റേഴ്സിൻ്റെ പുറത്ത് ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് പവർ. എന്താ എക്സ്ക്ലൂസീവ് പവർ എന്ന് വെച്ചാൽ അത് അവർക്ക് മാത്രമേ ഉള്ളൂ. ആർക്ക് മാത്രം? യൂണിയൻ ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുന്നത്? യൂണിയൻ ലിസ്റ്റിൽ ഇഷ്ടം പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് മാറ്റേഴ്സ് ഉണ്ട്. അതിൽ പറഞ്ഞ മാറ്റേഴ്സിൻ്റെ ഒക്കെ പുറത്ത് ലോ ക്രിയേറ്റ് ചെയ്യാൻ, നിയമനിർമ്മാണം നടത്താനുള്ള പവർ ആർക്ക് മാത്രമേ ഉള്ളൂ? സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ പറയൂ, ഈ യൂണിയൻ ലിസ്റ്റിനെ പറയുന്ന പേരാണ് ലിസ്റ്റ് 1. ഇതാണ് ലിസ്റ്റ് 1. അടുത്തതാണ് ലിസ്റ്റ് 2. ലിസ്റ്റ് 2 ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പോൾ എന്തായിരിക്കും സ്റ്റേറ്റ് ലിസ്റ്റ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഒരുപാട് മാറ്റേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ പറയുന്ന കാര്യങ്ങളുടെ മുകളിൽ ലോ ക്രിയേറ്റ് ചെയ്യാൻ, നിയമനിർമ്മാണം നടത്താനുള്ള എക്സ്ക്ലൂസീവ് പവർ ആർക്ക് മാത്രമേ ഉള്ളൂ? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ. എന്നാൽ മൂന്നാമത്തെ ലിസ്റ്റ്, ലിസ്റ്റ് 3 ഏതാണ്? കൺകറൻറ്റ് ലിസ്റ്റ്. എന്താ കൺകറൻറ്റ് ലിസ്റ്റ്? കൺകറൻറ്റ് ലിസ്റ്റിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയുന്നത്, ഒരുപാട് മാറ്റേഴ്സ് പറയുന്നുണ്ട്. ഈ മാറ്റേഴ്സിൻ്റെ ഒക്കെ പുറത്ത് ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ, ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളുടെ മുകളിൽ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ആർക്കൊക്കെ ഉണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിനുമുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ലിസ്റ്റ് പ്രകാരം നിങ്ങൾ പറ, ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് ലെവി ചെയ്യാനുള്ള പവർ, ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് ലെവി ചെയ്യാനുള്ള പവർ ആർക്കാ? ഇൻകം ടാക്സ് നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? അതായത് ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ആർക്കായിരിക്കും? ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ആർക്കായിരിക്കൂടാ? സെൻട്രൽ ഗവൺമെൻറ്റിന്. അതല്ല ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആർക്കാണ്? സെൻട്രൽ ഗവൺമെൻറ്റിനാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഏത് ലിസ്റ്റ് പ്രകാരമായിരിക്കും ഇന്ത്യൻ ഭരണഘടന സെൻട്രൽ ഗവൺമെൻറ്റിന് ആ പവർ കൊടുത്തത്? ഏത് ലിസ്റ്റ് പ്രകാരമായിരിക്കും ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് ലെവി ചെയ്യാനുള്ള പവർ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്തത്? ഏത് ലിസ്റ്റ് പ്രകാരമായിരിക്കും? യൂണിയൻ ലിസ്റ്റ് പ്രകാരമാണ്. യൂണിയൻ ലിസ്റ്റ്. കാരണം എന്താണെന്നറിയോ? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്ക്ലൂസീവ് പവറാണ് ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് ലെവി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, യൂണിയൻ ലിസ്റ്റിലെ എൻട്രി നമ്പർ 82. ഏത് ലിസ്റ്റാണ്? യൂണിയൻ ലിസ്റ്റിലെ എൻട്രി നമ്പർ 82ലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ ഗവൺമെൻറ്റിന് ആ പവർ കൊടുത്തത്. എന്താ പവർ എന്നറിയോ? പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു മേക്ക് ലോ ഓൺ ടാക്സ് ഓൺ ഇൻകം. ഇൻകം ടാക്സിൻ്റെ മുകളിൽ നിയമനിർമ്മാണം നടത്തുക, അല്ലേ? ഇൻകം ടാക്സ് ലെവി ചെയ്യാനും കളക്ട് ചെയ്യാനുള്ള പവർ അത് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്തത് യൂണിയൻ ലിസ്റ്റ് പ്രകാരമാണ്. യൂണിയൻ ലിസ്റ്റിലെ ഏതാണ് എൻട്രി നമ്പർ? 82. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ, അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് ലെവി ചെയ്യാനും കളക്ട് ചെയ്യാനുള്ള പവർ ആർക്കില്ല? സെൻട്രൽ ഗവൺമെൻറ്റിന് ഇല്ല. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം ഒഴികെ ബാക്കി എല്ലാ ഇൻകത്തിൻ്റെ മുകളിലും നിയമനിർമ്മാണം നടത്താനുള്ള പവർ ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻകം ഒഴികെ ബാക്കി എല്ലാ ഇൻകത്തിൻ്റെ മുകളിലും ടാക്സ് ലെവി ചെയ്യാനും കളക്ട് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ അഗ്രികൾച്ചർ ലിംഗത്തിൻ്റെ മുകളിൽ ടാക്സ് ലെവി ചെയ്യാനും കളക്ട് ചെയ്യാനുള്ള പവർ ആർക്കാ? ഇവിടെ പറയുന്നുണ്ട്, എൻട്രി നമ്പർ 46 ഓഫ് ദ സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി നമ്പർ 46 ഒരു കാര്യം പറയുന്നുണ്ട്, പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു മേക്ക് ലോ ടാക്സ് ഓൺ അഗ്രികൾച്ചർ ഇൻകം. അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സ്ക്ലൂസീവ് പവറാണ്. അപ്പോൾ ഏതാ ലിസ്റ്റ്? സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്,
സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പവറാണ്. എന്തിന്? അഗ്രികൾച്ചർ ലിംഗത്തിൻ്റെ മുകളിൽ ടാക്സ് ലെവി ചെയ്യാനും കളക്ട് ചെയ്യാനുള്ള പവർ ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. പക്ഷേ അങ്ങനെ പവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഉണ്ടെങ്കിലും ഇപ്പോൾ നിലവിൽ അഗ്രികൾച്ചർ ലിംഗം എക്സംപ്റ്റ് ആണ്. നിലവിൽ, അതായത് അഗ്രികൾച്ചർ ലിംഗത്തിൻ്റെ മുകളിൽ ടാക്സ് ലെവി ചെയ്യാനും കളക്ട് ചെയ്യാനുള്ള പവർ ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. എങ്കിലും ഇപ്പോൾ നിലവിൽ അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റ് ആണ്. 10 സബ്സെക്ഷൻ 1 പ്രകാരം എക്സംപ്റ്റ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. അഗ്രികൾച്ചർ ലിംഗത്തിന് ഇപ്പം നിലവിൽ എന്തില്ല? ടാക്സ് ഇല്ല. അഗ്രികൾച്ചർ ലിംഗം എക്സംപ്റ്റ് ആണ്. അഗ്രികൾച്ചർ ലിംഗത്തിന് മുകളിൽ നിങ്ങൾ ഗവൺമെൻറ്റിക്ക് എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. ഓക്കെ. അപ്പോൾ അഗ്രികൾച്ചർ ലിംഗം 10 സബ്സെക്ഷൻ 1 പ്രകാരം നിലവിൽ എന്താണ്? എക്സംപ്റ്റ് ആണ്. പക്ഷേ ഇനി ഇതിനുള്ള ടാക്സ് ലെവി ചെയ്യാനും കളക്ട് ചെയ്യാനുള്ള പവർ ആർക്കാണ്? ആക്ച്വലി അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. പക്ഷേ നിലവിൽ അതെന്താണ്? എക്സംപ്റ്റ് ആണ്. ഓക്കെ, യെസ്, ശരി. അപ്പോൾ ഇതാണ് 3 ലിസ്റ്റുകൾ കേട്ടോ. അപ്പോൾ ലിസ്റ്റ് 1 പറയുന്ന കാര്യങ്ങളുടെ മുകളിൽ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ. ലിസ്റ്റ് 2 പറയുന്ന കാര്യങ്ങളുടെ മുകളിൽ നിയമനിർമ്മാണം നടത്താനുള്ള പവർ ആർക്ക് മാത്രമേ ഉള്ളൂടാ? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ. ഇനി കൺകറൻറ്റ് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ നിയമനിർമ്മാണം നടത്താനുള്ള പവർ സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്താ പറഞ്ഞത്? ടൈപ്പ് ഓഫ് ടാക്സ് നമ്മൾ പഠിച്ചു, പിന്നെ പവർ ടു ലെവി ടാക്സ് പഠിച്ചു, പിന്നെ ഇത് പഠിച്ചു, ഹെഡ്സ് ഓഫ് ഇൻകം കൂടെ പഠിച്ചു അല്ലേ? ഹെഡ്സ് ഓഫ് ഇൻകം കൂടെ പഠിച്ചു. യെസ്, ഈ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഈ 3 കാര്യങ്ങളൊന്ന് ക്വിക്കായിട്ടൊന്ന് പെട്ടെന്ന് റീഡ് ചെയ്തേ. ഓക്കെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം, നെക്സ്റ്റ് ഏരിയയിലോട്ട് പോവാം. ഓക്കെ, യെസ്.